ഹലോ. കട്ടപ്പ ശൈത്യ ആരോ പറഞ്ഞൊരു പേര് ഞാൻ കടമെടുത്തു, അത്രേ ഉള്ളൂ. ശൈത്യ അനുമോളുടെ കൂടെ നടന്ന് വീക്കെൻഡ്, അതായത് ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ നൈസായിട്ട് അനുമോളെ പിറകിൽ നിന്ന് കുത്താൻ തുടങ്ങി. വെറുതെ കുത്താൻ തുടങ്ങിയെന്നല്ല, നല്ല ഒന്നാന്തരം കുത്താൻ തുടങ്ങല്ല. ഈ ഡബിൾ സ്റ്റാൻഡ്, അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, അവിടെയും പറയും ഇവിടെയും പറയും എന്ന വല്ല ക്ലാരിറ്റി ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ജിസയിലും അനുമോളും ജയിലിൽ കിടന്ന സമയത്ത് ഈ രണ ഫാത്തിമ ഒരു കാര്യം പറയുന്നുണ്ട്, സ്വന്തം ഫ്രണ്ട് പോലും കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത്. ഫ്രണ്ട് പോലും കൈയൊഴിഞ്ഞു ആണ്. ഇന്നലത്തെ ആ പ്രശ്നത്തോടെ അനുമോൾ ഏകദേശം എല്ലാവരും കൈയൊഴിഞ്ഞ പോലെയാണ്. പരസ്പരം ചാളി വാരി എറിഞ്ഞെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ നന്നായിട്ട് കിട്ടുമായിരിക്കും. അതല്ലല്ലോ ഇപ്പം ഇവിടുത്തെ വിഷയം. ശൈത്യ നൂറ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്ന് കേൾപ്പിച്ച് തരാം. എന്നിട്ട് അവളെന്നെ വിളിച്ചിട്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവർക്ക് ഞാനേ ഉള്ളൂ, അവർക്ക് പൈസ കൊടുക്കണം, ആശുപത്രിയിൽ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതായത് കുടുംബ പ്രേക്ഷകർക്ക് എന്താ വേണ്ടത്? ഒരാളുടെ ഇമോഷണൽ കേൾക്കുമ്പോൾ അവരതാണ് അവൾ സെല്ല് ചെയ്യുക. പറയുന്നത് അപ്പുറത്തിരിക്കണ ആദിലയാണ് കേട്ടോ. ആദിലയുടെ അടുത്താണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആദിലയും അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ കട്ടപ്പ ശൈത്യ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആദില എന്നും കൂടെ പറയേണ്ടി വരും. അയ്യോ ആ കൊച്ചിനെ, ഇപ്പം എൻ്റെ അമ്മമ്മയ്ക്കാണ് അയ്യോ ആ കൊച്ചിനെ ഇട്ട് കരയിപ്പിക്കുന്നുണ്ടോ എല്ലാവരും കൂടി, അല്ലെങ്കിൽ അയ്യോ ആ കുഞ്ഞു കരയുന്ന സിമ്പതി വരും. അല്ലെങ്കിൽ അയ്യോ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അനുമോള് സിമ്പതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ സിമ്പതി വഴി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഓരോന്ന് ചെയ്യുന്നത് എന്നാണ് ശൈത്യയും ആദിലയും കൂട്ടിയിരുന്ന് പറയുന്നത്. ആ ഒരു സാധനം അവള് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനെല്ലാം കഴിവായത് ഞാൻ. ഈ മൊണ്ണാന്നൊക്കെ പറഞ്ഞ ആ വിളിച്ചതിലും കഴിവായത് ഞാൻ. വീഡിയോ വന്നപ്പോ എന്താ ഞാനും ഉണ്ട് അതിനകത്ത്. ഇവള് പറയണ പറഞ്ഞു നോക്കാനും ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ എന്തിനാണാവോ അനുമോളുടെ കൂടെ പോയിരുന്നത്, പകുതിയും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ? അപ്പൊ ഈ പകുതിയും ശ്രദ്ധിക്കാതെയാണ് അവിടെ ഇവിടെയും പോയിട്ട് ഓരോന്ന് പറയുന്നതല്ലേ? നിനക്കറിയാലോ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവും. അങ്ങനെ ആവുകയാണെങ്കിൽ അത് തുറന്ന് പറയണം. എനിക്കിങ്ങനെ സംസാരിക്കുന്നത് ഇറിറ്റേഷനാണ്, ആ പ്രശ്നം അവിടെ തീർന്നു, ആ റിലേഷൻ അവിടെ തീർന്നു. അത് ചെയ്യാണ്ട് പിന്നെയും നിന്ന് അവിടെ എവിടെയും പോയിരുന്ന കുത്തരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ശരി എന്നാൽ. പിന്നെ അനുമോളുടെ കുറേ PR ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ എന്നെ തന്ന് ചൊറിയരുത്, ഞാൻ പിടിച്ച് മാന്തും. ടാറ്റാ.